ഹലോ ഫ്രണ്ട്സ്, ഇന്നെന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടോ. ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ് ഫ്രണ്ട്സ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എങ്ങോട്ടാ വന്നേന്ന്. ഞങ്ങള് വിയപുരത്തുള്ള ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കാണ് വന്നത്. ഞാനും അമ്മയും കൂടാണ് വന്നത്. ഈ അമ്പലത്തിൽ ഞങ്ങള് വല്ലപ്പോഴൊക്കെ വരാറുണ്ട്. ഇതാണ് അമ്പലത്തിന്റെ ഫ്രണ്ട് ഭാഗം. ശ്രീധർമ്മശാസ്താവാണ് ഈ അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠ. ശാസ്താവിന് പുറമെ ഭദ്രകാളി ഉൾപ്പെടെ മറ്റു ദേവതകളും ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അയ്യപ്പനെ തൊഴുത് പുറത്തിറങ്ങി. ഞങ്ങൾ പിന്നെ വെളി വന്നിട്ട് ചന്ദനമൊക്കെ തൊട്ട്, അങ്ങനെ ഞങ്ങൾ തൊഴുതെല്ലാം കഴിഞ്ഞ് ചന്ദനമൊക്കെ തൊട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ അമ്പലത്തിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ആറുണ്ട്. പമ്പയാറാണെന്നാണ് തോന്നുന്നത്, എനിക്കറിയത്തില്ല കൃത്യമായിട്ട്. ഇതാണ് ആറ്. ഞങ്ങൾ കുറച്ചു നേരം ആറിന്റെ അവിടെ നിന്നു. പിന്നെ നല്ല മഴ വരുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം അവിടെ നിന്നപ്പോൾ മഴ ശക്തമായിട്ട് പെയ്യാൻ തുടങ്ങി. അപ്പൊ ഞങ്ങള് വേഗം പോയിട്ട് അമ്പലത്തിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ഷെഡ് ഉണ്ട്, ഞങ്ങൾ അവിടെ പോയി നിന്ന്. അങ്ങനെ മഴയൊക്കെ കുറച്ച് കുറഞ്ഞപ്പോ ഞങ്ങള് പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഞങ്ങള് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് അമ്പലത്തിന്റെ ബാക്ക് സൈഡ്. ഇതിലേക്കൂടാണ് അമ്പലത്തിലേക്ക് കയറി വരുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അടുത്തത് വേറൊരു അമ്പലത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് ദൂരമേ ഉള്ളൂ പായിപ്പാടുള്ള അമ്പലത്തിൽ പോവാൻ. ശക്തമായിട്ടുള്ള മഴ പെയ്യാതിരുന്നാൽ കൊള്ളാം. അങ്ങനെ ഞങ്ങൾ പായിപ്പാടുള്ള അമ്പലത്തിലെത്തി. ഈ അമ്പലത്തിന്റെ പേര് ശ്രീ മഹാദേവ ക്ഷേത്രം എന്നാണ്. ഇവിടെ ശിവനും പാർവതിയുമാണ് പ്രതിഷ്ഠ. നേരെ കാണുന്നതാണ് അമ്പലത്തിന്റെ ഫ്രണ്ട് ഭാഗം. ഇതാണ് അകത്തുള്ള ഒരു കാഴ്ച. അങ്ങനെ ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങി. അടുത്തതിനി എങ്ങോട്ടാ പോകുന്നതെന്ന് അവിടെ ചെന്നിട്ട് കാണാം. ഇത് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ്. ഇതാണ് പായിപ്പാട്ട് പാലം. പായിപ്പാട്ട് ആറ്റിലെ വള്ളംകളി എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ, അത് ഈ ആറ്റിലാണ് നടക്കുന്നത്. അങ്ങനെ ഞങ്ങള് ഹരിപ്പാടെത്തി. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് ഓപ്പോസിറ്റ് ഉള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങളിപ്പോ പോകുന്നത്. ഇതാണ് ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് ഭാഗം. ഇതാണ് ഉള്ളിലുള്ള ഭാഗം. അങ്ങനെ ഞങ്ങൾ തൊഴുതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഇനി അടുത്തായിട്ട് പോകുന്നത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ഇതിനു മുമ്പും ഞാൻ ക്ഷേത്രത്തിൽ വന്നിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ആലപ്പുഴ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൽ വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. എന്ത് മനോഹരമായ പെയിന്റിംഗ് അല്ലേ. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ അമ്പലത്തിൽ വന്നിട്ട് തൊഴുത്തിട്ട് പോവുക. നല്ല ഭംഗിയുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ മാത്രം വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങള് ഇതിനകത്ത് കയറി തൊഴുതൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് വന്ന് ഇനി ഇതിന് ചുറ്റും തൊഴുതിട്ട് വരാം. ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല മനോഹരമായ കാഴ്ചകളാണിത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഇവിടെയൊക്കെ തൊഴുതെല്ലാം കഴിഞ്ഞു. കുറച്ചുപേര് ഹരിപ്പാട് ക്ഷേത്രത്തിൽ വന്നിട്ടും ഉണ്ടായിരിക്കും. ഈ ക്ഷേത്രത്തിന്റെ ചുറ്റിനുമുള്ള ഭാഗമാണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. ഇനി നമുക്ക് അങ്ങോട്ട് നടന്നു പോകാം. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തില്ല, പക്ഷെ നല്ല വെയിലുണ്ടേ. പിന്നെ കുറച്ചു നേരം അവിടെയൊക്കെ നിന്ന് അവിടെ ഇവിടെ ആയിട്ടുള്ളൊക്കെ വീഡിയോ ഒക്കെ എടുത്തു. ഇനിയും ഫ്രണ്ട് വശത്തേക്ക് പോകാം. ഈ ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ ചതുർബാഹുവായ, അതായത് 4 കൈകളുള്ള സുബ്രഹ്മണ്യ സ്വാമിയാണ്. ഏകദേശം 6 അടി ഉയരമുള്ള വിഗ്രഹമാണിത്. കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ ഇതാണ്. വർഷത്തിൽ 3 പ്രധാന കൊടിയേറ്റുത്സവങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടക്കാറുണ്ട്. മേടം, ചിങ്ങം, ധനു എന്നീ മാസങ്ങളിലാണ് ക്ഷേത്രത്തിലെ കൊടിയേറ്റുത്സവങ്ങൾ നടക്കുന്നത്. ഈ ഉത്സവങ്ങൾ കൂടാതെ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക, മകരമാസത്തിലെ തൈപ്പൂയം, തുലാമാസത്തിലെ സ്കന്ദഷഷ്ഠി തുടങ്ങിയവയും അതിവിശേഷമാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ഇനി അടുത്തായിട്ട് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് സുബ്രഹ്മണ്യ സ്വാമിയുടെ വാഹനമായ മയിലിനെയാണ്. ഈ കമ്പികളായോണ്ട് ശരിക്കും മയിലിനെ ഒന്നും എടുക്കാൻ പറ്റിയില്ല, എന്നാലും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തിലെ വേറെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ
കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര കുളങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ കുളം. ഇത് പെരുങ്കുളം എന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം ഈ കുളം 5 ഏക്കറോളം വിസ്തൃതി ഉണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. കൂടാതെ ഏകദേശം 70 അടി ഉയരമുള്ള മനോഹരമായ സ്വർണ്ണ കൊടിമരവും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. അങ്ങനെ ഞങ്ങള് ക്ഷേത്രത്തിന് വലം വെച്ചിട്ട് ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ വന്നു. അങ്ങനെ എല്ലായിടവും തൊഴുത് ഞങ്ങള് ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമന്റും ഷെയറും തരണേ. ഇനി ഞങ്ങൾ വന്ന വഴി തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഞാൻ അങ്ങോട്ടാ പോകുന്നതെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, എന്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവുവേ. അടുത്ത കടയിൽ നിന്ന് സോഡാ സർബത്തും ഒരു ലേസും വാങ്ങി. പിന്നീട് ഞങ്ങള് ആൽമരത്തിന്റെ ചുവട്ടിൽ പോയിരുന്നു. ഇവിടെ തന്നെയാണ് പെരുങ്കുളവും ഉള്ളത്. ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് ഞങ്ങള് വീട്ടിലേക്ക് പോവുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.